ഭൂമിയെ കെട്ടി നിർത്താം. ഭൂമിയിലും വീട്ടിലും കുടിയേറി എല്ലാ പിശാചിനെയും ഈ ചെറിയ മാർഗം കൊണ്ട് തുരത്തി ഓടിക്കാൻ കഴിയും. പിന്നീട് ആ വീട്ടിൽ താമസിക്കാൻ വലിയ റാഹത്തുണ്ടാവും, വലിയ അഭിവൃദ്ധി ഉണ്ടാവും, വലിയ ഉയർച്ച നിനക്കുണ്ടാവും. പൈശാചികമായ ഷെറ് കൊണ്ട് സാമ്പത്തികമായി തകർന്നു പോയ ആളുകൾ, സിഹർ വന്നുകൊണ്ട് ജീവിതം വഴിമുട്ടിപ്പോയവർ, അവർക്കൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ആത്മീയ വഴിയാണ് ഈ ഒരു അമൽ. സിമ്പിളായി ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു അമലാണ് ഈ ഒരു അമൽ. ഒന്ന് ചെയ്ത് നോക്ക്. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ അറിയിച്ചൊരു കാര്യമാണ്. തങ്ങളെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്നില്ല. ആ വീട്ടിലേക്ക് കയറിയാൽ വലിയ പ്രയാസങ്ങളും വലിയ പ്രതിസന്ധികളാണ്. എപ്പോഴും കലഹങ്ങൾ, എപ്പോഴും കച്ചറകൾ. ആ വീട്ടിലൊരു പുരോഗതിയില്ല, ബർക്കത്തില്ല. സമ്പാദിക്കാൻ ധാരാളം ആളുകളുണ്ട്, പക്ഷേ സമ്പാദിച്ചതൊന്നും കാണുന്നില്ല. ഭൂമിക്ക് എന്തോ ഒരു തകരാറുണ്ട്, ആ വീടിന് എന്തോ ഒരു തകരാറുണ്ട് എന്നൊക്കെ സങ്കടം പറയുന്ന ധാരാളം ആളുകൾ, സിഹർ സംബന്ധമായി പ്രയാസത്തിൽ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ, സാമ്പത്തികമായി ഉയർച്ചയില്ലാത്ത ധാരാളം ആളുകൾ. ഇത്തരം പൈശാചികമായ ഷർറ് വന്നുകൊണ്ട്, സിഹർ വന്നുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ മുന്നേറ്റങ്ങളും തകർന്നുപോയി, ജീവിതം വഴിമുട്ടിപ്പോയി എന്ന് സങ്കടം പറയുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു അമലാണ് വീടിനെ കെട്ടി നിർത്താം. ഈ അമൽ ചെയ്തുകൊണ്ട് വീടിനെ കെട്ടി നിർത്തിക്കൊണ്ട് നമ്മുടെ ഭൂമിയിലും വീട്ടിലുമുള്ള എല്ലാ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളെയും തുരത്തി ഓടിക്കാൻ കഴിയും. ഈ അമലും ഇതുവരെ നിങ്ങൾ ചെയ്യാത്തൊരു അമലാണ്. ധാരാളം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച അമലാണ്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇത്രം സങ്കടം പറഞ്ഞ് എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ട് വലിയ ഫലം കണ്ടു. അതുകൊണ്ടാണ് മജ്‌ലിസിൽ നമ്മുടെ സ്നേഹിക്കുന്ന സയ്യിദിയം കുടുംബത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്‌ലിസിൽ ഒന്ന് പറയാമെന്ന് വെച്ചത്. എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റിയ അമലാണ്. ഇൻഷാ അല്ലാഹ് അമൽ പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം, ഇനി കൺസൾട്ടിങ്ങിനുള്ള ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാം. നമ്മുടെ സകല പ്രയാസങ്ങളും എല്ലാ ഇടങ്ങേറുകളും അല്ലാഹുവിനെ തീർത്ത് നൽകണം. അല്ലാഹ് ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയും വലിയ പുരോഗതിയും ഞങ്ങൾക്ക് നൽകണം. അല്ലാഹ് സാമ്പത്തികമായിട്ടുള്ള വലിയ അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകണം. അല്ലാഹ് സാമ്പത്തികമായിട്ടുള്ള വലിയ ഉയർച്ച ഞങ്ങൾക്ക് നൽകണം. അല്ലാഹ് ഈ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ അമല് അല്ലാഹു നീ സ്വീകരിക്കണം. അല്ലാഹ് നീ കബൂലാക്കണേ തമ്പുരാൻ, നീ കബൂലാക്കണേ തമ്പുരാൻ. ഈ അമല് മുജറബാത്തു മശായിഖുൻ നഖ്ശബന്ദി എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് ഈ അമലിനെ കാണാൻ സാധിക്കും. അത്രയും പവറായിട്ടുള്ള അമലാണ്. നമ്മൾ ഈ അമൽ ചെയ്യേണ്ട രീതി ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറയാം. സിഹർ സംബന്ധമായ പ്രയാസങ്ങൾ നമ്മളെ വീട്ടിലുണ്ടാവില്ല. ആര് സിഹർ ചെയ്താലും ആ വീടിനും ഭൂമിയെ കൊള്ളയും അടുക്കൂല, സിഹർ അടുക്കൂല, സിഹർ കരിഞ്ഞു പോകും. ഇത് നമ്മളൊരു ഭദ്രമായി, ഒരു രക്ഷയായി ഭൂമിയിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ആ ഭൂമിയിലേക്ക് സിഹർ അടുക്കൂല. ആ വീട്ടിലുള്ളവർക്ക്, ആ വീട്ടുകാർക്ക് സിഹർ അടുക്കൂല, ആ വീടിന് സിഹർ അടുക്കൂല. പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അടുക്കൂല. സർപ്പദോഷങ്ങള്, കാഫിർ ജിന്ന് പോലുള്ള ജിന്നിന്റെ ഉപദ്രവങ്ങള്, വരുത്തുപോക്ക്, തേരോട്ടം പോലുള്ള പൈശാചികമായുള്ള സാന്നിധ്യങ്ങൾ ആ ഭൂമിയിലേക്ക് അടുക്കൂല. പിന്നെ അവിടെ ജീവിക്കാൻ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധി ഉണ്ടാവും. ആ വീട്ടിലേക്ക് വലിയ ബർക്കത്തുകൾ കയറി വരും. പാമ്പ് പോലുള്ള ഈ ജന്തുക്കളുടെ ശല്യത്തിൽ നിന്നും വലിയ കാവലാണ് ഈ അമൽ. ഇൻഷാ അല്ലാഹ് ഇത് ചെയ്യേണ്ട രീതി നമുക്കൊന്ന് പറയാം. നമുക്ക് അമൽ ചെയ്യാൻ വേണ്ടത് സിമ്പിളായിട്ടുള്ള അമലാണ്. നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള 5 ഇഞ്ചിന്റെ 5 ആണി, 5 ഇഞ്ചിന്റെ 5 ആണി നമുക്ക് വാങ്ങാൻ കിട്ടും, കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇങ്ങനെയുള്ള ചെറിയ ആണിയല്ല, വലിയ ആണി, ഏറ്റവും വലിയ ആണി. ഈ ആണി എടുത്തിട്ട് 5 ആണി കയ്യിലെടുത്തിട്ട് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ
മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ മഗ്രിബിന്റെ ഇടയിൽ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുക. 5 ആണി കയ്യിലെടുത്തിട്ട് സൂറത്തുൽ യാസീൻ പാരായണം ചെയ്ത് ആ 5ലേക്കും ഓരോ മുബീനത്തുമ്പോൾ ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. 5 ആണിയിലേക്കും സ്റ്റീലിന്റെ ആണിയായിട്ട് വേണ്ടത്. എന്നിട്ട് പിന്നീട് സൂറത്തുൽ ജിന്ന് ഒരു പ്രാവശ്യം ഓതി പരിപൂർണമായി ഓതി മന്ത്രിക്കുക. ശേഷം ആ ആണിയിലേക്ക് യാസീൻ ഓതി സൂറത്തുൽ ജിന്ന് പരിപൂർണമായി ഓതി മന്ത്രിച്ച് ആ ആണിയിലേക്ക് സൂറത്തു ആലി ഇംറാനിലെ 54-ാമത്തെ ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമക്കറൂ വമക്കറല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ 40 പ്രാവശ്യം ഔദു ബിസ്മി ഓതി 40 പ്രാവശ്യം തുടർച്ചയായി വമക്കറൂ വമക്കറല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ എന്നോതി ഓരോന്നോതുമ്പോഴും ഇതിലേക്ക് ഇഷ്വി എന്ന് വന്നിരിക്കുക. എന്നിട്ട് ആണി ഭൂമിയുടെ വീടിൻ്റെ അല്ല ഭൂമിയുടെ 4 മൂലയിൽ ആദ്യം പടിഞ്ഞാറ് തെക്ക് മൂലയിൽ ആണി സ്ഥാപിക്കുക. പിന്നീട് പടിഞ്ഞാറ് വടക്ക് മൂലയിൽ ആണി സ്ഥാപിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഓരോ മൂല ഞാൻ പറയുന്നത്. പിന്നീട് വടക്ക് കിഴക്ക് മൂലയിൽ ഒരു ആണി സ്ഥാപിക്കുക. അടിച്ചു താഴ്ത്തുക, ഭൂമിയിലേക്ക് അടിച്ചു താഴ്ത്തുക, ആ മൂലയിൽ അടിച്ചു താഴ്ത്തുക. പിന്നീട് കിഴക്ക് തെക്ക് മൂലയിൽ ആണി സ്ഥാപിക്കുക, അടിച്ചു താഴ്ത്തുക. പിന്നെ ഒരു ആണി ഉണ്ടാവും, 5ാമത്തെ ആണി. അത് വീടിൻ്റെ നടുവിൽ, അതായത് നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന ആ ഭാഗത്ത്, അതാ വഴിയുടെ നടുവിലായിട്ട് ആ ആണി അടിച്ചങ്ങ് താഴ്ത്തുക, മുറ്റത്ത്. അങ്ങനെ 5 ആണി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം, ആ ഒരു ദിവസം തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ഒരു പൈശാചികമായ ഉപദ്രവം അടുക്കൂല. മക്കളെ, ഇത് അനുഭവസ്ഥര് അനുഭവ വെളിച്ചത്തിൽ പറഞ്ഞതാണ്. തങ്ങൾ ഈ അമല് ചെയ്യുന്നതിന് മുമ്പേയായി ഞങ്ങൾക്ക് ആ വീട്ടിലൊരു സമാധാനമില്ല. ഈ അമല് ചെയ്തൊരാഴ്ച കഴിഞ്ഞപ്പോൾ വലിയ റാഹത്തുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഉറപ്പിച്ച് ഈ അമലിന്റെ ഒരു പവറാണ്, അതാണ് ഞങ്ങൾ വിളിച്ചത്. എനിക്ക് വിളിച്ച് സന്തോഷ വാർത്ത അറിയിച്ച ഒരു ഫാമിലിയുടെ കഥ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ അമല് പവർഫുൾ ആയിട്ടുള്ള അമലാണ്. ഈ അമല് ചെയ്താൽ ഒരു പൈശാചികമായ ശറും ആ വീട്ടിലേക്ക് അടുക്കൂല, ആ ഭൂമിയിലേക്ക് അടുക്കൂല. വരുത്തുപോക്കുള്ള ഭൂമി, തേരോട്ടം, അതായത് പോക്കുവരവുള്ള ഭൂമി, ആ ഒരു പ്രയാസം ഈ അമല് കൊണ്ട് നീങ്ങും. സിഹർ സ്ഥിരമായി പുതുക്കി ചെയ്തുകൊണ്ട് വലുതായി ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ അമല് ചെയ്ത് വലിയ റിസൾട്ട് ഉറപ്പാണ്. പിന്നെ ജന്തുക്കളുടെ ശല്യം വീട്ടിലുണ്ടെങ്കിൽ ഈ അമല് ചെയ്യും, പിന്നീട് അത്തരം ശല്യം എൻ്റെ വീട്ടിലുണ്ടാവില്ല. എല്ലാം കൊണ്ട് വലിയ കാവലാണ് ഈ അമല്. ഇത് എല്ലാവരും നിർബന്ധമായി ചെയ്യണം. കാരണം വലിയ കാവലാണ്. ഇത്തരം പ്രയാസങ്ങൾ എനിക്കിപ്പോൾ ഇത്ര പ്രയാസം ഇല്ലല്ലോ, ഉണ്ടാവാതിരിക്കാൻ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ, ഉള്ള ബുദ്ധിമുട്ട് നീങ്ങാൻ ഈ അമല് പ്രയോജനമാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കാണുന്ന എല്ലാവരും ഈ അമലിനെ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ധാരാളം അമലുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, കുറേ ആളുകൾ അത് സ്വീകരിക്കുന്നുണ്ട്. സ്വീകരിച്ചുകൊണ്ട് റിസൾട്ട് ലഭിച്ച ധാരാളം ആളുകളുണ്ട്. അല്ലാഹു നീ നിലനിർത്തി കൊടുക്കണേ റബ്ബേ, നീ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ 9:30 സയ്യിദിയ മജ്ലിസ് രാത്രി തറാവി നിസ്കാരം കഴിഞ്ഞ് 9:30 തുടങ്ങുന്ന മജ്ലിസ്. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.